നെറ്റ്വർക്ക് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അറേബ്യൻ ജ്വല്ലേഴ്സ് പയ്യന്നൂർ ആൻഡ്രകരിപ്പൂർ, കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ, സ്കൈ ഗോൾഡ് പത്തരമാറ്റിന്റെ ആത്മബന്ധം, സുനിത ഫർണിച്ചർ, സുനിത ടവർ, താവക്കര, കണ്ണൂർ. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. 8 വയസ്സുകാരിയെ പീഡിപ്പിക്കാൻ ശ്രമം. ഏഴിമല നേവൽ അക്കാദമിയിലെ ഡ്രൈവറും വിമുക്ത ഭടനുമായ ഷുക്കൂറാണ് പീഡനശ്രമത്തിന് പോലീസ് പിടിയിലായത്. കുന്നരു കാരന്താട് CPM പ്രവർത്തകന്റെ വീടിന് നേരെ അക്രമം. കാരന്താട്ടെ CV ധനരാജന്റെ വീടിന് നേരെ കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് അക്രമം നടന്നത്. പഴയങ്ങാടി മുട്ടുകണ്ടി റോഡിൽ പരസ്യ മദ്യപാനം വർദ്ധിക്കുന്നു. വൈകുന്നേരങ്ങളിലാണ് ഇവിടെ മദ്യപന്മാരുടെ താവളമാകുന്നത്. കരിവെള്ളൂർ മുച്ചിലോട് കളിയാട്ടത്തിനുള്ള ഒരുക്കങ്ങളിൽ സംഘാടക സമിതി യോഗം ശ്രീകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. വേനൽ ചൂട് കഴിഞ്ഞു. വിപണി ചൂട് തുടങ്ങിയതോടെ ഇറച്ചിക്കോഴിയുടെ വിലയും കുതിക്കുകയാണ്. വാർത്തകൾ വിശദമായി. ഏഴിമല നേവൽ അക്കാദമിയിലെ സിവിലിയൻ സ്റ്റാഫ് ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന അക്കാദമിയിലെ ഡ്രൈവർ 8 വയസ്സുകാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു. വിമുക്ത ഭടനും ഡ്രൈവറുമായ ഷുക്കൂറാണ് പീഡനശ്രമത്തിന് പിന്നിൽ. ഏഴിമല നാവിക അക്കാദമിയിലെ സിവിലിയൻ സ്റ്റാഫ് ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന അക്കാദമിയിലെ ഡ്രൈവർ 8 വയസ്സുകാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു. വിമുക്ത ഭടനും ഡ്രൈവറുമായ ഷുക്കൂറാണ് പീഡനശ്രമത്തിന് പിന്നിൽ. ഇയാൾക്കെതിരെ പയ്യന്നൂർ പോലീസ് കേസെടുത്തു. പത്തനംതിട്ട സ്വദേശിയാണ് ഷുക്കൂർ. പീഡനശ്രമം കുട്ടി അമ്മയെ അറിയിച്ചതിനെ തുടർന്ന് ഇവർ പയ്യന്നൂർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. വിമുക്തഭടനായ ഷുക്കൂർ അക്കാദമിക്കകത്ത് സിവിലിയൻ ഡ്രൈവറായി ജോലി ചെയ്തു വരികയാണ്. ഷുക്കൂറിനെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. കുന്നരു കാരന്താട് CPM പ്രവർത്തകന്റെ വീടിന് നേരെ അക്രമം. കാരന്താട്ടെ CV ധനരാജന്റെ വീടിന് നേരെ കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് അക്രമമുണ്ടായത്. കഴിഞ്ഞ ദിവസം രാത്രി 2 മണിയോടെയാണ് അക്രമമുണ്ടായത്. വീടിന്റെ ജനൽ ചില്ലുകൾ എറിഞ്ഞു തകർക്കുകയും വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന സ്കൂട്ടിയും ബൈക്കും അടിച്ചു തകർക്കുകയും ചെയ്തു. ശബ്ദം കേട്ട് പുറത്തിറങ്ങിയതോടെ 2 പേർ ഓടിമറയുന്നത് കണ്ടതായും അക്രമത്തിന് പിന്നിൽ RSS ആണെന്നും ധനരാജ് പറഞ്ഞു. പയ്യന്നൂർ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. പഴയങ്ങാടി മുട്ടുകണ്ടി റോഡിൽ പരസ്യ മദ്യപാനം വർദ്ധിക്കുന്നു. വൈകുന്നേരങ്ങളിലാണ് ഇവിടം മദ്യപന്മാരുടെ താവളമാകുന്നത്. പഴയങ്ങാടി മുട്ടുകണ്ടി പുഴയോര റോഡരികിലാണ് മദ്യപന്മാരുടെ താവളമായി മാറുന്നത്. ഉച്ചനേരത്തും സന്ധ്യാസമയങ്ങളിലുമാണ് മദ്യപന്മാർ ഇവിടെ എത്തുന്നത്. ചിലർ വാഹനം നിർത്തിയിട്ടും റോഡരികിൽ ഇരുന്നുമാണ് മദ്യപിക്കുന്നത്. ഇത് പ്രദേശത്തുകൂടി നടന്നുപോകുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർക്ക് ഏറെ ദുരിതമാകുന്നുണ്ട്. മദ്യപിച്ച ശേഷം മദ്യക്കുപ്പികൾ റോഡിൽ എറിഞ്ഞു പൊട്ടിക്കുന്നതും പതിവാണ്. പരസ്യമദ്യപാനം വർദ്ധിച്ചിട്ടും ഇതിനെതിരെ നടപടി സ്വീകരിക്കാൻ അധികൃതർ ഇന്നേ വരെ തയ്യാറായിട്ടില്ലെന്നും ആക്ഷേപമുണ്ട്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. പെരിങ്ങോം വയക്കര പഞ്ചായത്തിലെ പാടിയോട്ടുചാൽ മത്സ്യ മാർക്കറ്റിന് സമീപത്തായി അനധികൃത മത്സ്യവില്പന നടത്തുന്നതിനെതിരെ കരാറുകാരൻ രംഗത്ത്. പ്രതിവർഷം 7 ലക്ഷം രൂപയ്ക്കാണ് വയക്കര സ്വദേശി മോണങ്ങാട് അഷറഫ് മത്സ്യമാർക്കറ്റ് കരാറെടുത്തത്. പ്രതിമാസം 50,000 രൂപയും 7,500 രൂപ ടാക്സുമാണ് ഇയാൾ പഞ്ചായത്തിലേക്ക് അടയ്ക്കേണ്ടത്. പാടിയോട്ടുചാൽ ടൗൺ ചെറുപുഴ പഞ്ചായത്തിന്റെ അതിർത്തിയായതിനാൽ മാർക്കറ്റിൽ നിന്ന് ഏകദേശം 150 മീറ്റർ ദൂരെ ചെറുപുഴ പഞ്ചായത്തിൽ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് മീൻ വിൽപ്പന തുടങ്ങിയതാണ് കരാറുകാരൻ കഷ്ടത്തിലാക്കാൻ കാരണം. മത്സ്യ മാർക്കറ്റ് നിലവിലുള്ള സ്ഥലത്ത് മറ്റു മാർക്കറ്റുകൾ പാടില്ലെന്നുണ്ടെങ്കിലും അനധികൃത വിൽപ്പന ചെറുപുഴ പഞ്ചായത്തിനകത്തായതിനാൽ പെരിങ്ങോം വയക്കര പഞ്ചായത്തിന് നടപടി സ്വീകരിക്കാനും കഴിയില്ല. ഇവിടെ വലിയ രീതിയിൽ മീൻ വിൽപ്പന നടത്തുന്നതിനാൽ തനിക്ക് ദിനംപ്രതി ഭീമമായ നഷ്ടമാണ് സംഭവിക്കുന്നതെന്നും വേണ്ട നടപടി സ്വീകരിക്കണമെന്നും കാണിച്ച് കരാറുകാരൻ പെരിങ്ങോം ചെറുപുഴ പഞ്ചായത്തുകൾക്ക് പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ. കരിവെള്ളൂർ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ 2017 ജനുവരിയിൽ നടക്കുന്ന പെരിങ്കളിയാട്ട മഹോത്സവത്തിന്റെ മുന്നോടിയായി സംഘാടക സമിതി യോഗം ക്ഷേത്ര പരിസരത്ത് നടന്നു. ശ്രീകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. മുച്ചിലോട്ട് ഭഗവതിയുടെ ആരൂഢ സ്ഥാനമായ കരിവള്ളൂർ ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ 17 സംവത്സരങ്ങൾക്ക് ശേഷം പെരിങ്കളിയാട്ട മഹോത്സവം
2017 ജനുവരി 7 മുതൽ 12 വരെ നടക്കും. പെരുങ്കളിയാട്ടം നടത്തിപ്പിനായി വിപുലമായ സംഘാടക സമിതി രൂപീകരണ യോഗമാണ് നടന്നത്. പരിപാടി സി കൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. ഈ കരിവള്ളൂരിന് ഒരു പ്രത്യേകതയുണ്ട്. ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഈ കരിവള്ളൂർ അത് നാനാ മേഖലകളിലും ആ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള അല്ലെങ്കിൽ സാംസ്കാരികമായിട്ടുള്ള അതിൻ്റെ തനിമയും പാരമ്പര്യവുമെല്ലാം എല്ലാ കാലത്തും ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ഒരു പ്രദേശമാണ്. മുൻ MLA കെ കുഞ്ഞിരാമൻ മുഖ്യാതിഥിയായി. EV കൃഷ്ണൻ അന്തിതിരിയൻ ഭദ്രദീപം കൊളുത്തി. വി പ്രമോദ് വല്യച്ചൻ അനുഗ്രഹ പ്രഭാഷണവും നടത്തി. കെ രഘുരാമൻ അധ്യക്ഷനായി. TP ശ്രീധരൻ, PP കരുണാകരൻ മാസ്റ്റർ, കെ വിജയൻ, EP കരുണാകരൻ എന്നിവർ പ്രസംഗിച്ചു. ക്ഷേത്രാചാരക്കാർ, കോയ്മമാർ അടക്കം നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു. ചെറുകുന്ന് കോവപ്പുറം ടൗണിലെ സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള പഴയ കെട്ടിടം പൊളിച്ചു നീക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. കോവപ്പുറം ടൗണിലെ പഴയ കെട്ടിടമാണ് യാത്രക്കാർക്കും പൊതുജനങ്ങൾക്കും അപകട ഭീഷണി ഉയർത്തുന്നത്. കാലപ്പഴക്കത്താൽ തകർന്ന കെട്ടിടത്തിന്റെ മേൽക്കൂരയിലെ പട്ടികയും മറ്റും ഇളകിയ അവസ്ഥയിലാണ്. ഓടുകളും മറ്റും നിലംപതിക്കാനായ അവസ്ഥയിലുമാണ്. നിരവധി തവണ ഇതിനു മുകളിൽ നിന്നും ഓടും മറ്റും താഴേക്ക് പതിച്ച് യാത്രക്കാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. കോവപ്പുറത്തു നിന്നും പഴയങ്ങാടി ഭാഗത്തേക്ക് ജനങ്ങൾ ബസ് കാത്തു നിൽക്കുന്നതും ഇതിനു സമീപത്താണ്. അപകടാവസ്ഥയിലായ കെട്ടിടം ഉടൻ പൊളിച്ചു മാറ്റണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇതിപ്പം കുറേ കൊല്ലം ഇതേമാതിരി തന്നെ കാണുന്നുണ്ട്. ഇതിപ്പം ഇതിനെക്കൊണ്ട് യാതൊരു വിധത്തിലില്ല. പഞ്ചായത്തുണ്ടെങ്കിൽ ഇതിനെ കണക്കാരുമായിട്ട് അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നും ചെയ്യുന്നുമില്ല. ഈ പീനടക്ക് ഇവിടെ മത്സ്യം വിൽക്കുന്ന 2 തൊഴിലാളികൾ ഉണ്ടായിന്. അവരെ തലയിൽ വീഴണ്ടേ ഓടും ഇതല്ലായിരിക്കും. പക്ഷെ അവരൊന്നും ഉണ്ടായില്ല അവിടെ. അതുകൊണ്ട് എന്ത് ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. അപകടനിലയിലായ കെട്ടിടം പൊളിച്ചു മാറ്റാത്ത കെട്ടിടമുടമയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും ജനങ്ങൾ ആവശ്യപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. വേനൽ ചൂട് കഴിഞ്ഞു. വിപണിച്ചൂട് തുടങ്ങിയതോടെ ഇറച്ചിക്കോഴിയുടെ വില കുതിക്കുകയാണ്. ചൂടുകാലത്ത് ഉൽപ്പാദനം ഗണ്യമായി കുറഞ്ഞതാണ് ഇപ്പോൾ വില കൂടാൻ കാരണമായിരിക്കുന്നത്. ഇറച്ചിക്കോഴിക്ക് കിലോയ്ക്ക് 140 രൂപയോളം എത്തിക്കഴിഞ്ഞു. വേനൽ ചൂട് കഴിഞ്ഞു വിപണി ചൂട് തുടങ്ങിയതോടെ ഇറച്ചിക്കോഴിയുടെ വില കുതിക്കുകയാണ്. സമീപകാലത്ത് ചൂട് ഏറ്റവും ഉയർന്ന കഴിഞ്ഞ മാസങ്ങളിൽ കേരളത്തിലെ ഇറച്ചിക്കോഴിയുടെ ഉൽപ്പാദനം ഗണ്യമായി കുറയുകയും പക്ഷിപ്പനി സാധ്യതയുള്ളതിനാൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കോഴി ഇറക്കുമതിക്കു കർശന നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്തതോടെ സംസ്ഥാനത്തെ കോഴിവില 6 മാസത്തിനിടയിലെ ഉയർന്ന വിലയിലെത്തി. ഞായറാഴ്ച ഇറച്ചിക്കോഴിയുടെ വില കിലോഗ്രാമിന് 140 രൂപയായിരുന്നു. വൃത്തിയാക്കിയ കോഴിമാംസത്തിന് വില കിലോഗ്രാമിന് 220 രൂപയും എത്തി. ചൂട് ക്രമാതീതമായി ഉയരുകയും ജലദൗർലഭ്യം ഉണ്ടാകുകയും ചെയ്തതോടെയാണ് കേരളത്തിലെ കോഴി കർഷകർ ഉൽപ്പാദനം കുറച്ചത്. കോഴികൾ കൂട്ടത്തോടെ ചത്തുപോകാനിടയുള്ളതിനാൽ സീസണിൽ നഷ്ടം പരമാവധി ഒഴിവാക്കുന്നതിനാണ് ഉൽപ്പാദനം കുറച്ചതെന്ന് കർഷകർ പറയുന്നു. വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്. ഇപ്പം ചിക്കൻ ടാക്സിൻ്റെ ഇതിലാണ് വലിയ രീതിയിലുള്ള ടാക്സ് കൊടുത്തുകൊണ്ട് ചിക്കൻ അന്യ സംസ്ഥാനങ്ങളായ കർണാടക, തമിഴ്നാട് അങ്ങനെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഇറക്കുമ്പോൾ വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ ഈ മേഖല നേരിടുന്നുണ്ട്. ഇപ്പം വലിയ രീതിയിലുള്ള ടാക്സാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇപ്പം ചൂടുകാലമായതിനാൽ ചിക്കൻ കോഴി ചൂടിന് ചത്തുപോകുന്ന ഒരു സ്ഥിതിയുണ്ട്. അപ്പം ചെറുകിട വ്യാപാരികളൊക്കെ ഈ ഒരു കച്ചവടത്തിൽ നിന്ന് നിർത്തിപ്പോകുന്ന ഒരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. കർണാടകയിലും തമിഴ്നാട്ടിൽ നിന്നുമുള്ള കോഴിവരവ് കുറഞ്ഞതും വില കൂടാൻ ഇടയാക്കി. ചില സംസ്ഥാനങ്ങളിൽ പക്ഷിപ്പനിയുള്ളതായി റിപ്പോർട്ട് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ചെക്ക് പോസ്റ്റുകളിൽ കോഴിക്കടത്തിന് കർശന നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു. മഴക്കാലമായതോടെ വീണ്ടും കോഴിയുടെ ആവശ്യകത വർദ്ധിച്ചതും വില വർധനയ്ക്കിടയാക്കി. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. റിട്ടയേർഡ് CISF ഉദ്യോഗസ്ഥൻ കണ്ടോത്തെ PV സുധാകരന്റെ പിക്കപ്പ് വാൻ സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചു. കണ്ടോത്ത് ശ്രീ കൂർമ്പ ഭഗവതി ക്ഷേത്ര പരിസരത്തെ സുധാകരന്റെ വീടിന് സമീപം നിർത്തിയിട്ട പിക്കപ്പ് വാനിന്റെ മുൻപിലെ ഗ്ലാസ് സാമൂഹ്യ വിരുദ്ധർ കല്ലിട്ട് തകർത്തു. ഗ്ലാസ് പൂർണ്ണമായും തകർന്നു. ശബ്ദം കേട്ട് വീട്ടുകാർ പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് വാഹനം തകർന്ന നിലയിൽ കണ്ടത്. എൻ്റെ വണ്ടി BJPയുടെ ഇലക്ഷൻ പ്രചരണാർത്ഥം ഞാൻ 2 ദിവസം അവർക്ക് വാടക കൊടുത്തിരുന്നു. ആ സമയത്ത് അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായില്ല. അതിനുശേഷം LDF ജയിച്ചതിന് ശേഷം എൻ്റെ വീടിൻ്റെ മുന്നിൽ വന്ന് പടക്കം പൊട്ടിക്കുകയും ഇന്നലെ രാത്രി ഏകദേശം 12:50 എൻ്റെ വണ്ടിയുടെ ഗ്ലാസ്സെല്ലാം പൊട്ടിക്കുകയും വണ്ടിക്ക് കേടുപാടുകൾ വരുത്തുകയും ചെയ്തു. പയ്യന്നൂർ പോലീസ് സ്ഥലത്തെത്തി കേസെടുത്തു.
പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സ് വ്യാപാരി വ്യവസായ സമിതിയുടെയും ചുമട്ടുതൊഴിലാളി യൂണിയന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ ചുമട്ടുതൊഴിലാളി ക്ഷേമ ബോർഡിൽ നിന്നും വിരമിക്കുന്ന UK വിമലയ്ക്ക് യാത്രയയപ്പ് നൽകി. പയ്യന്നൂർ ചേംബർ ഹാളിൽ നടന്ന യാത്രയയപ്പ് സമ്മേളനം സി കൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സ് വ്യാപാരി വ്യവസായി സമിതിയുടെയും സംയുക്ത ചുമട്ടുതൊഴിലാളി യൂണിയന്റെയും ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ ചുമട്ടുതൊഴിലാളി ക്ഷേമ ബോർഡിൽ നിന്നും വിരമിക്കുന്ന ജൂനിയർ സൂപ്രണ്ട് UK വിമലയ്ക്ക് യാത്രയയപ്പ് നൽകി. പയ്യന്നൂർ ചേംബർ ഹാളിൽ നടന്ന യാത്രയയപ്പ് സമ്മേളനം സി കൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. ഒരു നിയമത്തിന്റെ ചട്ടങ്ങളുടെ പരിധിയിലേക്ക് അതിനെ കൊണ്ടുവന്നു ആവശ്യമായ ക്രമീകരണം വരുത്തി പണിയെടുക്കുന്നവർക്കും പഠിപ്പിക്കുന്നവർക്കും അതുപോലെ തന്നെ ഗുണഭോക്താക്കൾക്കുമെല്ലാം സഹായകമാകും വിധത്തിൽ ഇതിനെ ക്രമീകരിക്കുന്നതിൽ ചേംബർ സെക്രട്ടറി വി നന്ദകുമാർ അധ്യക്ഷത വഹിച്ചു. ചുമട്ടുതൊഴിലാളി യൂണിയൻ CITU ഏരിയ സെക്രട്ടറി K മോഹനൻ സ്വാഗതം ആശംസിച്ചു. PV കുഞ്ഞപ്പൻ ഉപഹാര സമർപ്പണം നിർവഹിച്ചു. ചുമട്ടുതൊഴിലാളി യൂണിയൻ INTUC ഏരിയ പ്രസിഡന്റ് AP നാരായണൻ, വ്യാപാരി വ്യവസായി സമിതി ഏരിയ സെക്രട്ടറി P വിജയൻ, ചുമട്ടുതൊഴിലാളി യൂണിയൻ CITU ഏരിയ പ്രസിഡന്റ് UV രാമചന്ദ്രൻ, അഡ്വക്കേറ്റ് DK ഗോപിനാഥ്, V മണിരാജ്, N ബഷീർ തുടങ്ങിയവർ പ്രസംഗിച്ചു. തൃക്കരിപ്പൂർ ചക്രപാണി ക്ഷേത്രം സോപാനവും ശ്രീകോവിൽ കട്ടിളയും വാതിലും വെങ്കലത്തിൽ പൊതിഞ്ഞ് സമർപ്പിച്ചു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ തെക്കിനെടുത്ത് തരണനല്ലൂർ പത്മനാഭനുണ്ണി നമ്പൂതിരിപ്പാട് സമർപ്പണം നിർവഹിച്ചു. ക്ഷേത്ര നവീകരണ കലശത്തിന്റെ മുന്നോടിയായി ഒരു ഭക്തന്റെ പ്രാർത്ഥനയാണ് ക്ഷേത്ര സോപാനവും ശ്രീകോവിൽ വാതിലും കട്ടിലയും വെങ്കലം പൊതിഞ്ഞ് സമർപ്പിക്കുക എന്നത്. ശനിയാഴ്ച സന്ധ്യയ്ക്ക് 7 മണിക്കുള്ള ക്ഷേത്രപൂജയോടനുബന്ധിച്ചാണ് സമർപ്പണം നടന്നത്. ശംഖ് ചക്ര ഗദാപത്മ ശില്പചാതുര്യത്തോടെയുള്ള കൊത്തുപണിയാണ് സോപാനം വെങ്കലത്തിൽ പൊതിഞ്ഞിട്ടുള്ളത്. സോപാന സമർപ്പണത്തിനു ശേഷം ശില്പികളായ തമ്പാൻ കാറമേൽ, ബാബു അഴിയിൽ, കൃഷ്ണൻ കാറമേൽ, പ്രമോദ് അതിയടം, വിശാഖ് എന്നിവരെ തന്ത്രീശ്വരൻ ഉപഹാരം നൽകി അനുഗ്രഹിച്ചു. കരിവെള്ളൂർ ഓണക്കുന്നിൽ ദേശീയപാതയിലെ ദിശാസൂചിക സ്വകാര്യ വ്യക്തി കയ്യേറി. സമീപത്തെ കടക്കാരനാണ് ദിശാസൂചിക കയ്യേറി പന്തല് കെട്ടിയത്. ഓണക്കുന്നിലെ പഴയ ദേശീയപാതയോട് ചേരുന്ന വളവിലാണ് ദേശീയപാതയിൽ സ്വകാര്യ വ്യക്തി ദിശാസൂചിക കയ്യേറിയിരിക്കുന്നത്. ദീർഘദൂര യാത്രക്കാർക്ക് വഴികാട്ടാൻ വേണ്ടി വെച്ചിരുന്ന ബോർഡാണ് സമീപത്തെ തട്ടുകടക്കാരൻ കയ്യേറിയിരിക്കുന്നത്. ദിശാസൂചിയുടെ ദേശീയപാതയോട് ചേരുന്ന ഭാഗത്ത് തട്ടുകട എന്ന ബോർഡും വെച്ചിരിക്കുന്നു. ദിശാസൂചിക പൂർണ്ണമായും ഇയാൾ തന്റെ കടയ്ക്ക് വേണ്ടി പന്തലിനകത്താക്കിയിരിക്കുന്നതും കാണാം. കരിവെള്ളൂർ ഓണക്കുന്ന് ഭാഗങ്ങളിൽ ധാരാളം തട്ടുകടകളുണ്ട്. പലരും ദേശീയപാതയുടെ സ്ഥലം കയ്യേറിയാണ് തട്ടുകട തുടങ്ങിയിരിക്കുന്നത്. തട്ടുകടയെന്നാൽ സർക്കാരിന്റെ സ്ഥലം കയ്യേറി കച്ചവടം നടത്തുകയെന്നതായിരിക്കുന്നു ഇവിടുത്തെ സ്ഥിതി. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. പുതുക്കിപ്പണിയുന്ന തൃക്കരിപ്പൂർ സെന്റ് പോൾസ് പള്ളിയുടെ ആശീർവാദ കർമ്മത്തിന്റെ ഭാഗമായി പുറത്തിറക്കുന്ന സുവനീറിലേക്കുള്ള വിവരശേഖരണത്തിനായുള്ള ചരിത്ര സെമിനാർ കണ്ണൂർ രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോൺസ് ക്ലാരൻസ് പാലിയത്ത് ഉദ്ഘാടനം ചെയ്തു. 7 പതിറ്റാണ്ടിനു ശേഷം പുതുക്കിപ്പണിയുന്ന തൃക്കരിപ്പൂർ സെന്റ് പോൾസ് പള്ളിയുടെ ആശീർവാദ കർമ്മത്തിന്റെ ഭാഗമായി പുറത്തിറക്കുന്ന സുവനീറിലേക്കുള്ള വിവരശേഖരണത്തിനായി നടത്തുന്ന ചരിത്ര സെമിനാർ നടന്നു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന സെമിനാർ കണ്ണൂർ രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ ക്ലാരൻസ് പാലിയത്ത് ഉദ്ഘാടനം ചെയ്തു. വളരെ പ്രധാനപ്പെട്ട ഒരു തിരിച്ചറിവായിരുന്നു ഈ ക്രിസ്തു കേന്ദ്രീകൃതമായ ചരിത്രാവബോധം. അപ്പോൾ നാം ഒരു സമൂഹം എന്ന രീതിയിൽ ലോക സമൂഹത്തിൻ്റെയും രാഷ്ട്ര സമൂഹത്തിൻ്റെയും ഈ സംസ്ഥാന സമൂഹത്തിൻ്റെയും ഭാഗമായിട്ട് മാത്രമല്ല നമ്മളെ കാണുന്നത്. അതുറപ്പായിട്ടും നമ്മുടെയൊക്കെ ശ്രദ്ധയുടെ ഭാഗമാണ്, നമ്മുടെ ശ്രദ്ധബോധത്തിൻ്റെ ഭാഗമാണ്. പക്ഷെ ഒപ്പം തന്നെ നമ്മൾ ഈ ഒരു രീതിയിൽ ഒരു ക്രിസ്തു കേന്ദ്രീകൃത സമൂഹം കൂടെയാണ്. കാരണം ഈ ചരിത്രത്തെ രണ്ടായിട്ട് മാറ്റിയവൻ ക്രിസ്തു തന്നെയാണ്. ക്രിസ്തുവിന് മുമ്പും പിമ്പും വന്ന ചരിത്രം വിഭജിക്കപ്പെട്ടിരിക്കും. പള്ളി പുനർനിർമ്മാണ ഫണ്ട് ശേഖരണം ഭാഗമായി ഏർപ്പെടുത്തിയ ബമ്പർ സമ്മാന പദ്ധതിയുടെ നറുക്കെടുപ്പും ചടങ്ങിൽ വെച്ച് നടന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം PV പത്മജ നറുക്കെടുപ്പ് നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ AG സെറീന, പഞ്ചായത്ത് അംഗം TV കുഞ്ഞികൃഷ്ണൻ, കോൺവെന്റ് സുപ്പീരിയർ സിസ്റ്റർ അനു ജോസ്, സുവനീർ കമ്മിറ്റി കൺവീനർ സിസ്റ്റർ ഷെറിൻ മാത്യു, പാരിഷ് കൌൺസിൽ സെക്രട്ടറി റോയ് ആൽദോസ് എന്നിവർ പങ്കെടുത്തു. ചരിത്ര സെമിനാറിൽ CRS ആന്റണി വിഷയാവതരണം നടത്തി. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ദർശൻ കെയുടെ ചില മൾട്ടി കളർ സ്വപ്നങ്ങൾ പുസ്തക പ്രകാശനവും കരൾ ഷോർട്ട് ഫിലിം ആദ്യ പ്രദർശനവും പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ നടന്നു. ചിത്രപ്രദർശനോദ്ഘാടനവും പുസ്തക പ്രകാശനവും മികച്ച കുട്ടികളുടെ ചിത്രത്തിനുള്ള സംസ്ഥാന പുരസ്കാരം നേടിയ സംവിധായകൻ തോമസ് ദേവസ്യ നിർവഹിച്ചു.
ദർശൻ കെയുടെ ചില മൾട്ടി കളർ സ്വപ്നങ്ങൾ പുസ്തകത്തിന്റെ പ്രകാശനവും കരൾ ഷോർട്ട് ഫിലിമിന്റെ ആദ്യ പ്രദർശനവും പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ നടന്നു. ഹ്രസ്വചിത്ര പ്രദർശനോദ്ഘാടനവും പുസ്തക പ്രകാശനവും മികച്ച സംസ്ഥാന പുരസ്കാരം നേടിയ കുട്ടികളുടെ ചിത്രത്തിന്റെ സംവിധായകൻ തോമസ് ദേവസ്യ നിർവഹിച്ചു. ഞാൻ വളരെ നിസ്സാരമായ ചില കവിതകളായി ആദ്യം ഈ കവിതയിലൂടെ ഒന്ന് ഇതിൻ്റെ പ്രൂഫ് എനിക്ക് അയച്ചു തന്നപ്പോൾ ഞാൻ അങ്ങനെയാണ് അതിനെ ഒന്ന് ഓടിച്ചു പോകാൻ വേണ്ടി തുടങ്ങിയത്. പക്ഷേ വായിക്കും തോറും ഓരോ കവിതകളും കാന്താരികളാണ് എന്നുള്ള തിരിച്ചറിവ്, ഓരോ കവിതകളും കാന്താരികളാണെന്നും കവി ഒരു കർണംപൊട്ടി മുളകാണെന്നുമാണ് എനിക്ക് ഞങ്ങളുടെ നാട്ടിലുള്ള പ്രയോഗമാണ് കർണംപൊട്ടി മുളക്. ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലായിരിക്കും കർണംപൊട്ടി മുളക്. കാന്താരി കടിച്ചാൽ എരിവുണ്ടാവും. പയ്യന്നൂർ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ അധ്യക്ഷത വഹിച്ചു. KV പ്രശാന്ത് കുമാർ സ്വാഗതം ആശംസിച്ചു. ഡോക്ടർ YV കണ്ണൻ മാസ്റ്റർ പുസ്തകം ഏറ്റുവാങ്ങി. ഡോക്ടർ ജിനേഷ് കുമാർ എരമം പുസ്തകം പരിചയപ്പെടുത്തി. പയ്യന്നൂർ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ KP ജ്യോതി, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ B ബാലൻ, കൌൺസിലർ E ഭാസ്കരൻ, ദൃശ്യ സെക്രട്ടറി K ശിവകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ദർശൻ കെ മറുപടി പ്രസംഗം നടത്തി. പെരളം സമന്വയയുടെ 2ാം വാർഷികാഘോഷവും കുടുംബസംഗമവും പെരളം കിഴക്ക് അംഗനവാടി പരിസരത്ത് വെച്ച് നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M രാഘവൻ ഉദ്ഘാടനം ചെയ്തു. പെരളം പ്രദേശത്ത് സമീപകാലത്ത് സാമൂഹ്യ സേവന രംഗത്ത് ശ്രദ്ധേയമായ പ്രവർത്തനം കാഴ്ചവെക്കുന്ന സംഘടനയാണ് സമന്വയ പീപ്പിൾസ് അസോസിയേഷൻ ഫോർ സോഷ്യൽ സർവീസ് ആൻഡ് ഡെവലപ്മെന്റ്. ഇതിന്റെ 2ാം വാർഷികാഘോഷവും കുടുംബസംഗമവുമാണ് കേരളം കിഴക്ക് അംഗൻവാടി പരിസരത്ത് നടന്നത്. നിർധനരായവരും കിടപ്പിലായവരുമായ ഒട്ടേറെ പേരെ സഹായിച്ച സമന്വയ എന്ന ഈ സംഘടന വരുംകാലങ്ങളിലും അത്തരം പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് നമുക്ക് പ്രത്യാശിക്കാമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് M രാഘവൻ പറഞ്ഞു. ചടങ്ങിൽ RK ബാലകൃഷ്ണൻ അടിയോടി അധ്യക്ഷത വഹിച്ചു. സമന്വയ പുറത്തിറക്കിയ സപ്ലിമെന്റിന്റെ പ്രകാശനവും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M രാഘവൻ നിർവഹിച്ചു. പഞ്ചായത്ത് ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സമന്വയയുടെ സംഭാവന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഏറ്റുവാങ്ങി. M ദാമോദരൻ, RK സുധാമണി, K സുമതി, C ബാലകൃഷ്ണൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഡോക്ടർ RC കരിപ്പത്ത് മുഖ്യപ്രഭാഷണം നടത്തി. കരിവെള്ളൂർ AV സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 1989 SSLC ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് M രാഘവൻ സംഗമം ഉദ്ഘാടനം ചെയ്തു. കരിവെള്ളൂർ AV സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 1989 SSLC ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നു. പൂർവ്വ വിദ്യാർത്ഥികളുടെ മക്കളിൽ വിവിധ മേഖലകളിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്കുള്ള അനുമോദനവും ചടങ്ങിൽ വെച്ച് നടന്നു. തുടർന്ന് വൃക്ഷത്തൈകൾ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M രാഘവൻ സംഗമം ഉദ്ഘാടനം ചെയ്തു. ഈ ബാച്ചിലെ അംഗങ്ങളുള്ള മക്കളുടെ അവരുടെ വിവിധ മേഖലകളിലുള്ള കഴിവ് പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഉപഹാര സമർപ്പണം അവരെ അനുമോദിക്കുക എന്നതുകൂടി ഇതിന്റെ ഭാഗമായിട്ട് നടക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ പങ്കെടുത്തിട്ടുള്ളവർക്കെല്ലാം PV സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. MV വിനോദ്, KV മനോജ് കുമാർ, M വത്സൻ, U രമേശൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഇനി മാറ്റുലി. മാറ്റുലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ സ്വപ്നഭവനം യാഥാർത്ഥ്യമാക്കാൻ ലോകപ്രശസ്ത നിർമ്മാതാക്കളുടെ സിമന്റ്, സ്റ്റീൽ, വയറിംഗ്, പ്ലംബിംഗ്, സാനിറ്ററി വെയർ, ബാത്റൂം ഫിറ്റിംഗ്സ്, പെയിന്റ് എന്നിവ തിരഞ്ഞെടുക്കാൻ KVDS മൈ സ്വീറ്റ് ഹോം മാത്തിൽ. വിലക്കുറവ്, ഗുണമേന്മ. KVDS മൈ സ്വീറ്റ് ഹോം, BSNL സമീപം, മാത്തിൽ. രാഷ്ട്രീയ നേതാക്കൾ നവമാധ്യമങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നു. ഇതിനെക്കുറിച്ചുള്ള പ്രതികരണങ്ങളാണ് ഇന്നത്തെ മാറ്റുലി. മാധ്യമങ്ങളെ നേരത്തെ UDFന്റെ ഗവൺമെൻറ് നല്ല നിലയിൽ ഉപയോഗിച്ചുകൊണ്ടാണ് ആ ഗവൺമെൻറ് മുന്നോട്ട് പോയിരുന്നത്. പക്ഷെ നേരെ തിരിഞ്ഞാണ് നമ്മുടെ ഈ ഗവൺമെൻറ് ഉണ്ടാകുന്നത്. മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടല്ല, ജനങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഗവൺമെൻറ് മുന്നോട്ട് പോവുക എന്നത് മാത്രം. കഴിഞ്ഞ ഗവൺമെൻറ് പൂർണ്ണമായി മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ടാണ് ആ ഗവൺമെൻറ് നിലനിന്ന് പോയത്. ഈ വരുന്ന ഗവൺമെൻറ് എന്നാൽ നേരെ മറിച്ചാണ്, ജനങ്ങളെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഗവൺമെൻറ് മുന്നോട്ട് പോവുക. ഇത് മാധ്യമ യുഗം എന്ന് പറയുന്നതിൽ തെറ്റില്ല. ഏത് രംഗത്തായാലും ഏത് വിഷയങ്ങളെക്കുറിച്ചായാലും മാധ്യമങ്ങളാണ് ആദ്യം അത് ഏറ്റുപിടിക്കുകയും
അതിനെക്കുറിച്ച് ഒരു ചർച്ച ഉണ്ടാക്കുകയും അതിലെ വിഷയങ്ങളെക്കുറിച്ച് ജനങ്ങളെ ധരിപ്പിക്കുകയും ചെയ്യുന്നത് എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇവിടെ പല രാഷ്ട്രീയ കക്ഷികളും മാധ്യമങ്ങളെ വല്ലാതെ ഉപയോഗപ്പെടുത്തിയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഉദാഹരണത്തിന് കഴിഞ്ഞ കാലഘട്ടത്തിലെ ഗവൺമെൻറ്റുകൾ അതിലെ പ്രവർത്തനങ്ങളിലെ മാധ്യമങ്ങൾ ഒരു വല്ലാത്ത രീതിയിൽ വീർപ്പിച്ച് കാണിച്ചിട്ടാണ് മുന്നോട്ട് പോയത്. പക്ഷേ ഇനിയുള്ള കാലങ്ങളിലെങ്കിലും മാധ്യമങ്ങൾ അത് ഏറ്റുപിടിക്കാതെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളെ നന്നായി ജനങ്ങളിൽ എത്തിക്കാൻ ഉതകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ വേണം. നവമാധ്യമം ഈ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയത്തിന് സഹായിച്ചു. കേരളത്തിൻ്റെ ആരാധനായ VS അച്യുതാനന്ദൻ മുതൽ സാധാരണ പ്രവർത്തകർ വരെ ഈ തെരഞ്ഞെടുപ്പിൽ നവമാധ്യമത്തിൻ്റെ സാധ്യത പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. മറ്റ് പത്രമാധ്യമങ്ങൾ ഉൾപ്പെടെ ശ്രദ്ധിക്കുന്നതിനേക്കാൾ കൂടുതൽ വർത്തമാനകാലത്ത് യുവജനങ്ങൾ മാത്രമല്ല വൃദ്ധജനങ്ങൾ ഉൾപ്പെടെ ഇത് കൈകാര്യം ചെയ്യുന്ന രീതിയിലേക്ക് വന്നിട്ടുണ്ട്. ഇതിന് കാര്യമായ തുടക്കം കുറിച്ചത് ഡൽഹി പെൺകുട്ടിയുടെ ആത്മഹത്യയുടെ ആ വിഷയം കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ജനകീയ രോഷം ഉയർത്തിക്കൊണ്ടുവരാൻ അന്നത്തെ JNU സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ വലിയ പരിശ്രമം നടത്തി. അതിനെ തുടർന്നാണ് നമ്മുടെ നാട്ടിൽ ഈ നവമാധ്യമത്തിൻ്റെ പരിശ്രമം വന്നത്. സോഷ്യൽ മീഡിയ അതത് സമയത്ത് എല്ലാ വിഷയങ്ങളും കൈകാര്യം ചെയ്യുന്നു. ആ ചെയ്യുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയത്തിനാണ്. മറ്റ് പലതിലും ഉണ്ടായതുപോലെ വലിയ ഗുണം ചെയ്തിട്ടുണ്ട്. നവമാധ്യമം വലിയ തോതിൽ ഇനിയും സാമൂഹിക വിഷയങ്ങളിൽ ഇടപെടണം. വളരെ പെട്ടെന്ന് തന്നെ അതിന് പ്രതികരണം ഉണ്ടാകുന്നതാണ്. അത് രാഷ്ട്രീയ കാര്യങ്ങൾക്ക് മാത്രമല്ല സാമൂഹ്യ രംഗത്തെ മറ്റ് വിഷയങ്ങളോട് പ്രതികരിക്കാൻ, പ്രത്യേകിച്ച് വർഗീയതക്കെതിരായിട്ടുള്ള ക്യാമ്പയിനിൽ വളരെ അഴിമതിക്കെതിരായിട്ടുള്ള ക്യാമ്പയിനിൽ വളരെ നിർണായകമായ സ്വാധീനം ചെലുത്താൻ സാധിക്കുന്നതാണ്. മാറ്റുലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ സ്വപ്നഭവനം യാഥാർത്ഥ്യമാക്കാൻ ലോകപ്രശസ്ത നിർമ്മാതാക്കളുടെ സിമന്റ്, സ്റ്റീൽ, വയറിംഗ്, പ്ലംബിംഗ്, സാനിറ്ററി വെയർ, ബാത്റൂം ഫിറ്റിംഗ്സ്, പെയിന്റ് എന്നിവ തിരഞ്ഞെടുക്കാൻ KVDS മൈ സ്വീറ്റ് ഹോം മാത്തിൽ. വിലക്കുറവ്, ഗുണമേന്മ. KVDS മൈ സ്വീറ്റ് ഹോം, BSNL സമീപം, മാത്തിൽ. പ്രധാന വാർത്തകൾ വീണ്ടും. 8 വയസ്സുകാരിയെ പീഡിപ്പിക്കാൻ ശ്രമം. ഏഴിമല നേവൽ അക്കാദമിയിലെ ഡ്രൈവറും വിമുക്ത ഭടനുമായ ഷുക്കൂറാണ് പീഡന ശ്രമത്തിന് പോലീസ് പിടിയിലായത്. കുന്നരു കാരന്താട് CPM പ്രവർത്തകന്റെ വീടിന് നേരെ അക്രമം. കാരന്താട്ടെ CB ധൻരാജന്റെ വീടിന് നേരെ കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് അക്രമം നടന്നത്. പഴയങ്ങാടി മുട്ടുകണ്ടി റോഡിൽ പരസ്യ മദ്യപാനം വർദ്ധിക്കുന്നു. വൈകുന്നേരങ്ങളിലാണ് ഇവിടെ മദ്യപന്മാരുടെ താവളമാകുന്നത്. കരിവെള്ളൂർ മുച്ചിലോട് കളിയാട്ടത്തിനുള്ള ഒരുക്കങ്ങളിൽ സംഘാടക സമിതി യോഗം ശ്രീകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. വേനൽ ചൂട് കഴിഞ്ഞു. വിപണി ചൂട് തുടങ്ങിയതോടെ ഇറച്ചിക്കോഴിയുടെ വിലയും കുതിക്കുകയാണ്. ഈ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.